ഞാൻ കറൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. ആക്ച്വലി ഇത് കുറച്ച് പഴയ സീരീസാണ്. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. അത് ആദ്യമേ ഞാൻ പറയാം. 2008 തൊട്ട് 2014 വരെ ആയിരുന്നു ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത്. സീരീസിൻ്റെ പേര് വൈറ്റ് കോളർ എന്നാണ്. ഇതിൻ്റെ ഒരു റീബൂട്ട് ഉടനെ 2026 27 വരും. ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അത് കൺഫേം ചെയ്തതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സീരീസുകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ എപ്പിസോഡ്സിലും ഓരോ പുതിയ കേസുകളാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറയുന്ന ഹീറോയെ റിലേറ്റ് ചെയ്തിട്ട്, നായകനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി പറഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ഏകദേശം 81 എപ്പിസോഡുണ്ട് ഈ ഒരു സീരീസ്. കുറച്ച് ലെങ്തിയാണ്, പക്ഷെ കണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്താണ്ട് ബിഞ്ച് വാച്ച് ചെയ്തിടണം. അങ്ങനെയാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റ് കോളർ എന്ന് പറഞ്ഞിട്ട് FBI ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ ഈ പറയുന്ന ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള ആർട്ടുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന വലിയ പീസസ് ഉണ്ടല്ലോ, അതായത് ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങൾ, അതിൻ്റെയൊക്കെ തെഫ്റ്റ് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഈ പറയുന്ന അടിച്ചുകൊണ്ട് വന്നവന്മാരെ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന വൈറ്റ് കോളർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ജോലി. അപ്പം നമ്മുടെ നായകൻ നീൽ കാഫ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ആർട്ട് തീഫാണ്, ഫോർജറൊക്കെയാണ്. അപ്പം പുള്ളിയെ ഒരു FBI ഏജൻറ്റ്, പീറ്റർ ബെർക്ക് എന്ന് പറയുന്ന ഒരു FBI ഏജൻറ്റ് തൂക്കിക്കൊണ്ട് ജയിലിലിട്ടാലും ജയിലിൽ ചാടും. ജയിലിൽ ചാടുന്നതൊക്കെ ഭയങ്കര സീനാണ്. അതായത് ജയിലിൽ ചാടുന്നത് റീസൺസൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ ജയിലിൽ ചാടിയിട്ട് പുള്ളി ഈ ഒരു FBI ആയിട്ടൊരു കോൺട്രാക്റ്റ് പിന്നെയും പിടിക്കും, 2 വട്ടം തൂക്കും. അപ്പം ഒരു കേസിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എന്നെ ഇതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യണം, തിരിച്ചും ഹെൽപ്പ് വേണം, ഞാൻ FBI കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹൗസ് അറസ്റ്റ് പോണക്ക് ഇതേപോലെ ഒരു ട്രാക്കറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹൗസ് കൺസൾട്ടൻ്റായിട്ട്, FBI കൺസൾട്ടൻ്റായിട്ട് നീൽ വർക്ക് ചെയ്യുന്നതും, പിന്നെ ഈ പറയുന്ന പീറ്ററും നീലും കൂടെ ഉള്ളൊരു കെമിസ്ട്രി, അവർ കുറേ അധികം കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് ഈ ഒരു സീരീസ്. അതിൻ്റെ കൂടെ ഈ നീലിൻ്റെ പാസ്റ്റിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. നീൽ കാഫ്രിയുടെ പാസ്റ്റിൽ കുറേ സംഭവങ്ങളുണ്ട്. അത് ഈ ഒരു പ്രസൻറ്റ് ലൈഫിനെ ബാധിക്കുന്നതും, പ്രസൻറ്റിൽ കുറേ സാധനങ്ങൾ ഈ ഒരു പാസ്റ്റ് ലൈഫിനെ അന്വേഷിച്ച് പോകുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേ മിസ്റ്ററീസ് ഉണ്ട് നീലിൻ്റെ ലൈഫിൽ. അറിയാലോ, ആർട്ട് തീഫാണ്. അങ്ങനെ ആ ഒരു സാധനങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതും, അതിൻ്റെ കൂടെ തന്നെ ഇവർ പുതിയ പുതിയ കേസുകൾ സോൾവ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ഒരു കിടിലൻ സാധനമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മെൻ്റലിസ്റ്റോ ട്രൂ ഡിറ്റക്റ്റീവ് പോലെ അത്രയും സെറ്റപ്പ് അല്ലെങ്കിൽ ഇത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര എന്തൊക്കെയോ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യുക ഒരു സാധനം. നമ്മളിങ്ങനെ ഇരുന്ന് ബിഞ്ച് വാച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു എവിടേക്കോ സാധനം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. കട്ടക്കിരുന്ന് കാണും. ഞാനിത് കണ്ടു തീർത്തിട്ട് ഞാൻ ഇപ്പോൾ 4ാമത്തെ സീസണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സീരീസുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കിടിലൻ സീരീസ് ആയിരിക്കും വൈറ്റ് കോളർ.